എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ? അടിപൊളി സാധനം, നല്ല ഉണ്ട് കഴിക്ക്. അപ്പോൾ നമുക്ക് എന്നാൽ ഇതിനെന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നമുക്കൊരു പാനിലിട്ടിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. എനിക്കിതിൽ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് വേവിക്കാം കേട്ടോ. നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റിൽ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് സിമ്മിലിട്ടിട്ടാണേ വേവിക്കാവൂ. സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള സാധനം എന്തെല്ലാം നോക്കാം. ഒരു കപ്പ്, വലിയ കപ്പ് നിറയെ വലിയുള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, മല്ലിയില രണ്ടും മുറിച്ചിട്ടത് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലോണം വാടണേ, നല്ലോണം വാടിയാൽ ഇതിൽ കുഴഞ്ഞ് വരുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം മുളക് പൊടിയോ കുരുമുളകിൻ്റെ പൊടിയോ ചേർക്കുക. കാരണം കുഞ്ഞുങ്ങൾ മുളക് കടിച്ചു പോയിട്ട് പിന്നെ അതിന് നിൽക്കണ്ട. അപ്പം അത് നിങ്ങളുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. പിന്നെ ഇത് ഉള്ളി വാടുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനാണ് ഇടാവേ, കാരണം നമ്മൾ ചിക്കനിൽ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അത് നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാണിച്ച സാധനങ്ങളുണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോയാൽ നമുക്കിത് ഇതിൽ ഇറച്ചീൻ്റെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഉരുട്ടി പരത്തി എടുത്ത് ദോശക്കല്ലുമേലിട്ട് എടുത്ത് കഴിഞ്ഞ് പണി. ഇപ്പോൾ ഓരോരുത്തർ പറയാൻ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഭയങ്കര അത്ഭുതമാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കുക. മുളകിൻ്റെ പൊടി ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിന്. പിന്നെ മുളക് പൊടിയും ചേർക്കണം, എന്നാലേ ഒരു എരിവ് ഉണ്ടാവും. അല്ലെങ്കിൽ എരിവുണ്ടായാലേ നമുക്ക് ഇറച്ചിയെല്ലാം ആകുമ്പോൾ തിന്നാൻ പറ്റുള്ളൂ. കുരുമുളക് പൊടീൻ്റെ അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിലെല്ലാം കൂടി നമുക്കിനി മല്ലിയും കറിവേപ്പിലയും ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആ ഇറച്ചിയും കൂടി ചേർത്ത് ഇളക്കി നല്ലോണം ഇളക്കി നമുക്കിനി പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചതും കൂടി ചേർത്ത് ഇളക്കിയാൽ കഴിഞ്ഞു. 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് മാഷ് ചെയ്യണം. ഇത് വലുതാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് മതി കേട്ടോ, 1/2 കിലോ ഇറച്ചിക്ക്. ഇതെല്ലാം കൂടി മാഷ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഇറച്ചീൻ്റെ കൂട്ടും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടി പരത്തി ഒരു പാനിൽ വെച്ച് ചുട്ടിങ്ങെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. എണ്ണ ഞാനിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ്, നല്ല ഉണ്ടാവും. അങ്ങനെയാണ് നല്ലത്. നമ്മൾ കുറച്ച് ആരോഗ്യമെല്ലാം നോക്കണ്ടേ. പിന്നെ ഇതിന് വേണ്ടത് 2 മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്. 2 മുട്ടയിൽ 2 നുള്ള് കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ബ്രെഡ് ക്രംസ്, എൻ്റെ അടുത്ത് ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റസ്കിൻ്റെ പൊടിയാണ് എടുത്ത്. കാണാനൊരു വലിയൊരു ഭംഗി തോന്നുന്നില്ല എന്നേ ഉള്ളൂ, മറ്റേ ടേസ്റ്റൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളടുത്ത് ബ്രെഡ് ക്രംസ് ആയാലും ഉപയോഗിക്കാം, റസ്കിൻ്റെ പൊടിയായാലും ഉപയോഗിക്കാം. പിന്നെ കയ്യിലെടുത്തിട്ട് നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തോ ഉരുട്ടോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മാമൂൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കി മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പരത്തിയെടുത്തിട്ട് പാനിൽ അത്യാവശ്യം കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ടുള്ള പാനിലിട്ട് തിരിച്ച് മറിച്ച് വിട്ടെടുത്താൽ കഴിഞ്ഞു പോയി. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഇനി അടുത്ത ആഴ്ച കാണുന്നവരെ താങ്ക് യു.